കെട്ടിയ പെണ്ണുമായി എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരുന്ന ഘട്ടത്തിലാണ് ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ അവളുടെ വീട്ടിലേക്ക് കാലുവെച്ചത്. വിദേശത്തുള്ള ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ അനുവാദം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ അമ്മയായ ദേവയാനി അമ്മ നിന്നെ സ്വന്തമായിട്ട് പോറ്റാൻ പോലും പറ്റാത്ത ഒരു മണ്ണുണ്ണിയാണല്ലോ നീ കണ്ടുപിടിച്ചത്. കഷ്ടം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു, ഒന്നും ശരിയായില്ല. ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കളക്കാരനായി മാറേണ്ടി വന്നു. ഇങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ. ഇതാണോ ഋഷി നിന്റെ ക്ലീനിങ്? ചുമ്മാ ഇരുന്ന് തിന്നാൻ മാത്രം പോരാ, അതിനനുസരിച്ച് പണിയെടുക്കണം. ഞാനത് നന്നായി വൃത്തിയാക്കിയതാ. ഓ, അപ്പൊ ഞാൻ കള്ളം പറഞ്ഞു എന്നാ? അയ്യോ, അങ്ങനെയല്ല, എന്റെ തെറ്റാ. ഞാൻ ഒന്നുകൂടി നന്നായി ക്ലീൻ ചെയ്യാം. വേഗം ആവട്ടെ, എന്നിട്ട് വേണം തുണി അലക്കിയിടാൻ. അയ്യോ, അത് ഞാൻ രാവിലെ തന്നെ ശ്രീലക്ഷ്മിയുടെ തുണികൾ മുഴുവൻ അലക്കിയിട്ടതാണല്ലോ. അവളുടെ തുണിയല്ല, ഞാൻ എന്റെ തുണിയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ അപമാനം മുഴുവൻ ഞാൻ സഹിച്ചത് ശ്രീലുവിന് വേണ്ടി മാത്രമായിരുന്നു. എന്നിട്ടും പലപ്പോഴും അവൾ എന്നെ മനസ്സിലാക്കാതെ പോയി. അമ്മ എന്നെ വഴക്ക് പറയുമ്പോഴും വീട്ടുജോലി ചെയ്യിപ്പിക്കുമ്പോഴും അവളും മൗനമായി കണ്ടു നിന്നു. 7 കോടി രൂപയുടെ കടബാധ്യതയാണ് കമ്പനിക്കുള്ളത്. അത് പരിഹരിക്കണമെങ്കിൽ 4 കോടി രൂപ നിക്ഷേപിക്കാൻ ആരെങ്കിലും ഉടൻ തന്നെ വരണം. അങ്ങനെ ആര് വരും ശ്രീലു? എനിക്കറിയില്ല മീനാക്ഷി, എനിക്ക് ഒന്നും അറിയില്ല. ഈ ജോലി കൂടെ പോയി ഞാൻ ഇനി എന്ത് ചെയ്യും? ശരത്ത് വിചാരിച്ചാൽ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവനാണെങ്കിൽ നേരത്തെ തന്നെ നിന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ. പണ്ടവൻ പ്രപ്പോസ് ചെയ്യാനിരുന്നപ്പോഴല്ലേ നീ ഋഷിയും തമ്മിൽ റിലേഷനിലായത്. എന്നിട്ട് കല്യാണശേഷം നീ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ നിനക്ക് ജോലി ശരിയാക്കി തന്നു. സംസാരിച്ചിരുന്നു, ശരത്തെല്ലാം നോക്കിക്കോളാം എന്നാ പറഞ്ഞേ. പക്ഷെ ഉള്ളിലൊരു പേടി. അവന് പണ്ടേ ശ്രീലുവിലൊരു നോട്ടുള്ളതാണ്. ശ്രീലുവിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ആരുടെയും കാലുപിടിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. 4 കോടിയല്ലേ നിന്റെ പ്രശ്നം? അത് പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. ഋഷി, 4 രൂപയുടെ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്, 4 കോടിയുടെ കാര്യമാണ് പറയുന്നത്. എൻ്റെ ശ്രീലു, ഇങ്ങനെ ഒരു കോമാളിയാണല്ലോ നീ കല്യാണം കഴിച്ചത്. എന്റെ ജീവിതം വെച്ചുള്ള തമാശകൾ ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഋഷി? എത്രയാന്ന് പറഞ്ഞാൽ സഹിക്കുക. മടുത്ത്, ശരിക്കും മടുത്ത്. ഒന്ന് പോയി തരാവോ? എൻ്റെ ശ്രീലു, ആ കഴുതി ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ നിന്റെ അമ്മനെ എത്ര തവണ പറഞ്ഞതാ. എന്തിനാണ് ഇതുപോലെ ഒരു ഭാരം നീ ഇനിയും ചുമക്കുന്നത്? കഴുതല്ലേ, ഈ പറയുന്നത് മാറ്റി പറയുന്നൊരു ദിവസം വരും. അന്ന് എന്നെ ആദരവോടുകൂടി നോക്കുന്നവരിൽ നീയും കാണും മീനാക്ഷി. ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് FM-ലൂടെ.